ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയോ? അതിനേക്കാളും മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ. പിന്നെ ആ ബെല്ലൈക്കൻ, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ചെയ്താൽ സഹായിച്ചേക്ക്. അപ്പം നമ്മൾ പോണ ഹാർബറിക്ക് കേട്ടോ. ഞാൻ ഇച്ചാപ്പൂനെ ചിരിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ. പേടിപ്പിച്ചിട്ടൊന്നും ആൾ ചിരിക്കുന്നില്ല. എന്നോട് പറയും നീ ചിരിച്ചോന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവൻ്റെത്. അപ്പം നമ്മളിതാ ഹാർബറിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വല എറിയാനാണ് കേട്ടോ പോണത്. നമ്മൾ മീൻ ഉണ്ടെങ്കിൽ എന്തായാലും വല എറിഞ്ഞ് മീനെ പിടിച്ചിരിക്കും. മീനില്ലെങ്കിൽ നമ്മൾ വല തൊടില്ല, കാറ് തന്നെ എടുത്തുട്ടോ. അപ്പോൾ അതാ കുട്ടീനെ അതാ വെള്ളം മേടിക്കാൻ പറഞ്ഞ് പോയതാട്ടോ. വെള്ളം മാത്രമല്ല കേട്ടോ, ലേസും മേടിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ആളൊരു പുളിമിഠായി മേടിച്ചിരുന്നു. ഒന്നല്ല, ഒരു 5-6 മേടിച്ചിരുന്നു. അത് ഒളിപ്പിച്ച് വെക്കാനുള്ള പ്ലാനായിരുന്നു. കയ്യോടെ പൊക്കി എല്ലാവർക്കും തരേണ്ടി വന്നു. എല്ലാവർക്കും ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. നമ്മളെ തുമ്പിയാണ് നമ്മളെ കൂടെ ഉള്ളത്. ഓളെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അവളെ നമ്മൾ ഇച്ചാപ്പിനെ കളിപ്പിക്കാൻ എന്നും വൈകിട്ട് വരാറുണ്ട് കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ ഏതായാലും പോവില്ല വെച്ചിട്ട് അവളെ കയ്യോടെ പൊക്കി കാറെ കയറ്റി കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഹാർബറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വല ഒന്നും ഇപ്പം എടുക്കുന്നില്ല, എന്താ അവസ്ഥ എന്ന് പോയി നോക്കട്ടെ എന്ന് കുട്ടം പറഞ്ഞിട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഹാർബറിൻ്റെ തട്ടത്ത് വരെ പോണത് കേട്ടാ. ഒരുപാട് വട്ടം ഹാർബറിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ഹാർബറിൻ്റെ തട്ടും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഹാർബറിന്റെ തട്ടും കാണാൻ പോവാണ് ഗൈസ്. സാധാരണ ഹാർബറിക്ക് വരുമ്പോൾ വേറൊരു വഴി കേട്ടോ. അതാ കണ്ണില്ല ഒരു ഹാർബറിന്റെ വഴി, അതിൽ കൂടെ തറ്റത്ത് വരെ പോവാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എന്തായാലും കുഴപ്പമില്ല, രണ്ടും കണക്കാണ്. അപ്പോൾ അതാ അതിന്റെ തറ്റത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പകുതി വരെ നമ്മൾ കാറായിട്ട് വന്ന് ബാക്കിയാണ് നടന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കല്ലുമ്മക്കായ കാണുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി വലുതാവണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് കുട്ടം പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഞാൻ കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അത് ഇനിയും വലുതായിട്ട് നമുക്ക് ഒരു ദിവസം പൊട്ടിക്കാനൊക്കെ വരാം കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ചൂണ്ടടാ. പക്ഷെ അങ്ങനെ ആർക്കും മീനൊന്നും കിട്ടണില്ല. കണ്ടില്ലേ, നമ്മളെ പൂച്ചസാറ് വരെ ഇറങ്ങിപ്പോയിട്ടാ. അപ്പൊ ഞങ്ങൾ വേറെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് വേലിയിറക്കം കുറവാണ്, അതുകൊണ്ട് മീനൊക്കെ പറ്റ കുറവാണ് കേട്ടോ. അപ്പൊ അയാൾക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അയാൾ കുറേ നേരമായിട്ടാ വന്ന് ശ്രമിക്കൽ തുടങ്ങിയിട്ട്. അങ്ങനെ മീനൊക്കെ കുറവായിരുന്നപ്പോൾ പിന്നെ വലടൽ വേണ്ടാന്ന് വെച്ചിട്ടോ. പക്ഷെ വേറൊരു ദിവസം വന്ന് വല എറിയുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പൊ 6 മണിക്ക് ശേഷം ഭയങ്കര രസമായിട്ടോ കാണാൻ. ആ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമ്മളതാ അങ്ങാടിയിലുള്ള ഒരു ചായക്കട കേട്ടോ, മൈറ്റി എന്നാണ് പേര്. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ചായയൊക്കെ. ഇവിടെ ഒരുപാട് കടകൾ ഉണ്ടാവലുണ്ട്, പക്ഷെ ഇന്ന് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ സമൂസയാണ് പറഞ്ഞത്. സമൂസയും വേറൊരു സാധനം, ആ സാധനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഒന്ന് വെറൈറ്റി പിടിക്കേണ്ടി വെച്ചിട്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.